നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെ ആയിരുന്നുവെന്ന് അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം ദുനിയാവിലും ആഖിറത്തിലും വിജയകരമായ ജീവിതം നയിക്കുക, അങ്ങനെ സ്വർഗത്തിൽ കടക്കുക, റബ്ബിനെ കണ്ടുമുട്ടുക, ഇങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ദുനിയാവിലെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ വർഷമൊക്കെ നമ്മൾ അനുഭവിച്ച ചൂട്, ഇന്ന് നമ്മുടെ നാടുകളിൽ AC ഇല്ലാത്ത വീടുകൾ വളരെ വിരളമാണ്. കാരണം ചൂടിൻ്റെ ശക്തി കാരണം എല്ലായിടങ്ങളിലും AC വെച്ചിട്ടുണ്ട്. അത് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നട്ടുച്ചക്ക് പൊരി വെയിലത്തുകൂടെ നടന്ന് നമ്മുടെ ദേഹം മുഴുവനും ചൂട് പിടിച്ച് വിയർത്തൊലിച്ച് ആകെ പൊറുതി മുട്ടി നിൽക്കുമ്പോൾ നല്ല AC ഇട്ട് തണുപ്പിച്ച ഒരു റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം, ആശ്വാസം എത്രയാണ്. എന്നാൽ ഈ ചൂടൊന്നും നരകത്തിൻ്റെ ചൂടിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത ചൂടാണ്. ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നരകത്തിൻ്റെ ചൂട്. ദുനിയാവിലുള്ള വലിയ തീക്കുണ്ടാരങ്ങളെ ഒരുപാട് ചരിത്രങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നമ്രൂദിൻ്റെ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകളടക്കം കരിഞ്ഞുപോയി, കരിഞ്ഞ് താഴേക്ക് വീണു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ അതിനേക്കാളും 70 ഇരട്ടി ശക്തിയുള്ള നരകത്തിൻ്റെ ചൂട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെ ആയിരുന്നുവെന്ന് വിവരിച്ചു കൊടുക്കുമ്പോൾ സഹാബി വനിതകൾ ചോദിച്ചു, എന്താണ് നബിയെ, സ്ത്രീകളാണ് കൂടുതൽ നരകത്തിലെന്ന് അങ്ങ് പറയാനുള്ള കാരണം? ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നുണ്ട്, നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കണ്ടു. എന്താണ് അവർ നരകത്തിലെത്താൻ കാരണം? എന്ത് തിന്മയാണ്? എന്താണ് അവർ ചെയ്ത തെറ്റ്? എന്ന് നോക്കുമ്പോൾ അവർ ഒരു വിഭാഗം ആളുകൾ കൂടുതലും ശപിക്കുന്ന ആളുകളായിരുന്നു, ശാപവാക്കുകൾ അധികരിപ്പിച്ചവരായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാറ്റിനും കൂടുതലായിട്ട് ശപിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ. പുരുഷന്മാർ ശപിക്കാറുണ്ട്, പക്ഷെ അതിനേക്കാൾ ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നവരാണ് സഹോദരിമാർ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ശാപം അധികരിപ്പിച്ച ആളുകളാണ് നരകത്തിൽ കണ്ട ഒരു വിഭാഗം. പിന്നീട് രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ഭർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാകും. വിവാഹം കഴിഞ്ഞിട്ട് 10-40 വർഷമായി. പറയുമ്പോൾ ആ സഹോദരി പറയും, ഇന്ന് വരെ നിങ്ങളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്തു തന്ന ഉപകാരങ്ങളെ മറന്ന് അത് എടുത്തു പറയുകയും ചെയ്യുന്ന സ്ത്രീകളാണ് രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ കണ്ടത്. അതായത് നമുക്ക് എത്ര ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടാകും, ആ ഉപകാരങ്ങളെ ഒന്നും കാണാതെ ചില സമയത്ത് പറയും, നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല, നിങ്ങൾ എന്താ ചെയ്തു തന്നത്? ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. എൻ്റെ സ്വർണം മുഴുവനും നിങ്ങൾ വിറ്റ് തുലച്ചു, എൻ്റെ എല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി, നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ അധികരിപ്പിച്ചതിനാലാണ് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ കണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. കടന്നു പോകുന്ന മേഖലകളിലൊക്കെ എന്തെങ്കിലും ചെറിയ നിസാരമായ കാര്യങ്ങൾ കാണുമ്പോഴേക്ക് വല്ലാതെ ശപിക്കുന്ന സ്വഭാവമുണ്ടോ, അത് നിർത്തുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.